അപ്പോൾ നമ്മൾ ശരിക്കും വേൾഡ് കപ്പ് കാണുന്നത് നമുക്കത് ഇഷ്ടം കൊണ്ട് തന്നെയാണ്. എപ്പോഴെങ്കിലും നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ വേൾഡ് കപ്പ് കാണുന്നത് ഫുട്ബോൾ ഹരം കൊണ്ട് ആണ്, അല്ലെങ്കിൽ കളിയുടെ ആവേശം കൊണ്ടാണെന്ന്? ഇത് ഒരു ഫുട്ബോൾ ഫാൻസിന് എതിരായിട്ടുള്ള വീഡിയോ, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പിന് ആവേശം കുറയ്ക്കുന്ന വീഡിയോ അല്ല. നമ്മളിൽ പല ആൾക്കാരും ജസ്റ്റ് ഒരു ഡിസ്കഷന് വേണ്ടി മാത്രം നമ്മൾ വേൾഡ് കപ്പ് കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2006 വേൾഡ് കപ്പ് ആയ സമയം, അതൊന്നും എനിക്കറിയില്ല ഈ വേൾഡ് കപ്പിന് ഇത്രത്തോളം ആവേശം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഫുട്ബോൾ ഒത്തിരി ആരാധകരുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലേ, കുട്ടിയാണോ. ഇപ്പം ഞാൻ ഈ സ്കൂളിൽ പോയ സമയത്ത് അവിടെ കൂട്ടുകാർ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്ന് റൊണാൾഡോനെ കുറിച്ചും സിദാനെ കുറിച്ചും അന്ന് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇവിടെ അങ്ങനെ നോക്കി ആലോചിച്ച് നിൽക്കുക, എന്താ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കും, നീ വേൾഡ് കപ്പ് കാണാറുണ്ട്? അപ്പോൾ ഇല്ല, സ്പോട്ടിൽ തന്നെ മാറ്റൂ, ബിക്കോസ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ അല്ലായിരുന്നു. പിന്നെ എനിക്കത് നാണക്കേടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം വന്നിട്ട് പേപ്പർ നോക്കാം, പേപ്പറിൽ സ്പോർട്സ് പേജ് നോക്കും, എന്നിട്ട് അതിലെ ആ റിപ്പോർട്ട് മൊത്തം വായിക്കും. ആ കളി കഴിഞ്ഞ് തലേ ദിവസം കളി കഴിഞ്ഞതിന് റിപ്പോർട്ടുകൾ വായിക്കും, നല്ല കളിക്കാരായിരിക്കും അത് നോട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പോൾ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ അവിടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംവാദം നടക്കുകയാണ്. 2 പക്ഷമായിട്ട് അവിടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, കുട്ടികൾ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധനം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അവിടെ പോയി ജസ്റ്റ് ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരാൻ പറ്റും, ഞാൻ എനിക്ക് അറിയുന്ന പോയിന്റ് വായിച്ച പോയിന്റ് വെറുതെ കാച്ചി, അപ്പോൾ ഒരു പക്ഷത്തിന് സ്ഥലം കിട്ടും. അങ്ങനെ സോഷ്യലി ഞാൻ അഗ്രി ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ വെച്ച ഇൻഫർമേഷൻ, ഞാൻ പേപ്പറിൽ വായിച്ചുണ്ടാക്കിയ ഇൻഫർമേഷൻ ഒരു കറൻസിയാണ്. എന്തിനുള്ള കറൻസി? ഗ്രൂപ്പിൽ അംഗീകാരം കിട്ടാനായിട്ടുള്ളൊരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കറൻസിയാണ്. ഈ കാര്യം പറഞ്ഞ സമയത്ത് എനിക്ക് 2 സൈക്കോളജിക്കൽ തിയറികളാണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ വാട്ടർ കൂളർ എഫക്റ്റ് എന്ന് പറയും. പണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ എംപ്ലോയീസിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ കൂളർ സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ പണ്ടത്തെ ദിവസം പറയണം, ഇപ്പം എല്ലാ ഓഫീസറും ഉണ്ട്. അപ്പോൾ അന്ന് ഈ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ എത്തുന്ന എംപ്ലോയീസ് അവിടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ വാട്ടർ കൂളറിനെ ചോട്ടിൽ നിന്നിട്ടാണ്. കാരണം അവിടെയൊക്കെയാണ് എല്ലാവരും കോമൺ ആയിട്ട് എത്തുന്നത്. അപ്പോൾ അവിടെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോമൺ ആയിട്ട് സബ്ജക്റ്റ് വേണം. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് സബ്ജക്റ്റ് ഉണ്ടാവും, അങ്ങനെ സംസാരിക്കും. ഇനിയിപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങൾ പോകണമെന്നില്ല, നമ്മുടെ നാട്ടിൻപുറത്ത് ചായക്കടകൾ ഇതിനൊരു എക്സാമ്പിളാണ്. ചായക്കടകൾ ആൾക്കാരും സംസാരിക്കാൻ പറ്റില്ല, അപ്പോൾ അവർക്കൊരു കോമൺ സബ്ജക്റ്റ് ഉണ്ടാവും. പിന്നെ പണ്ട് നമ്മുടെ OTTയും സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു വീട്ടിലായിരുന്നു കുറേ അംഗങ്ങൾ ഒരുമിച്ച് വന്നിരുന്നിട്ട് TV കണ്ടുകൊണ്ടിരുന്നത്. ഒരു സിനിമയോ ആഴ്ചയിലിരിക്കുന്നത് ഇറങ്ങുന്ന സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസോ സീരിയലോ കണ്ടിട്ടുണ്ടാവും. ഇത് കാണുന്നത് പിറ്റേ ദിവസം മുതൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. എന്തിന്? ഈ വിശേഷങ്ങൾ, ഇതിൻ്റെ കഥ കേൾക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാനും. അപ്പം നമ്മൾ അംഗീകരിക്കപ്പെട്ട ആളായി. അപ്പോൾ ഇതിനെയാണ് സൈക്കോളജിക്കലി വാട്ടർ കൂളർ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പേരെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ കണക്റ്റായി വരുന്ന 2ാമത്തെ തിയറിയാണ് ഷെയർഡ് റിയാലിറ്റി തിയറി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഒരു സോഷ്യൽ വാലിഡേഷൻ എപ്പോഴും ഉണ്ടാവും. എന്തിന്? നമ്മൾ അനുഭവിച്ചൊരു കാര്യമോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമോ വേറെ ആളോട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അതേ വേവ് ലെങ്ത്തും അല്ലെങ്കിൽ അതേ എക്സ്പീരിയൻസ് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സന്തോഷം ഫീൽ ആവും. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ മത്സരത്തിൽ ഒരു ഇഷ്ടപ്പെട്ട താരം അവിടെ ഗോൾ അടിച്ചത്, ഗോളിൻ്റെ ഭംഗി, അവിടെ സന്തോഷം കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞുപോയി. നമ്മൾ ഈ സന്തോഷത്തോടു കൂടി പിറ്റേ ദിവസം സ്കൂളിൽ പോകുക അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ജസ്റ്റ് നിങ്ങളോട് വന്നിട്ട് എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അവരുണ്ടായ എക്സ്പീരിയൻസ് സെയിമായിട്ട് അത് കണ്ണ് നിറഞ്ഞു നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. ഞാൻ എനിക്കുണ്ടാകുന്ന ഫീലിങ്സ് തന്നെ വേറെ കിട്ടിയെന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ ഷെയർഡ് റിയാലിറ്റി തിയറി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യൻ എപ്പോഴും സോഷ്യലി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. നമ്മുടെ ഭൂമിയിൽ എല്ലാ ജീവികളുടെ പോലെ തന്നെ മനുഷ്യൻ്റെ പ്രത്യേകതയാണ് സോഷ്യലി ജീവിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ടൈം അപ്പോൾ നിങ്ങൾ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ചിന്തിക്കുക, എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ പോണതാണോ അല്ലയോ? ഉത്തരം എന്തും ആയിക്കോട്ടെ, അതെല്ലാം ഒരു വിഷയം. മനുഷ്യൻ ഒരു സോഷ്യൽ ജീവിയാണ്, ഒരു പാവം സോഷ്യൽ ജീവി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വേൾഡ് കപ്പിൻ്റെ എന്തെങ്കിലും രസകരമായ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.